ഒറ്റ രാത്രി കൊണ്ട് CPM അനുകൂലികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികൾ ഒറ്റക്കെട്ടായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അണിനിരക്കുകയും പിന്നീട് കഴിഞ്ഞ 15 വർഷക്കാലമായി മമതാ ബാനർജിയുടെ ഗുണ്ടാഭരണമായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത്. ഒരുപക്ഷെ സുവേന്ദു അധികാരി ഈ അഭിഷേക് ബാനർജിയുടെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും സുവേന്ദു അധികാരി ഇപ്പോഴും തൃണമൂലിലും ഉണ്ടാവും. അഭിഷേക് ബാനർജി ഇത്തവണ മുഖ്യമന്ത്രിയുമായിട്ടുണ്ടാവും. അദ്ദേഹം പാർലമെന്റിൽ അംഗമാണ്. ഒരു പാർലമെന്റ് അംഗത്തിന് കിട്ടേണ്ട ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നലെ അവിടെ ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സ്റ്റേറ്റിന്റെ പൂർണ്ണമായ അധികാരമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നൽകേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യത കൂടെയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ എവിടെ പോയി ഒളിച്ചിരിക്കും നമുക്കറിയാത്തത്. തീർച്ചയായും രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടേണ്ട ഒരു സംഭവമാണ് അഭിഷേക് ബാനർജിക്കെതിരെ നടന്ന ഈ അക്രമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജേഷ് നമസ്കാരം. രാജേഷ്, അഭിഷേക് ബാനർജി കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ചിട്ട് അതിദാരുണമായ രീതിയിൽ അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നു. നമുക്കറിയാം, കാരണം ഈ മമതാ ബാനർജിയുടെ TMC ഇപ്രാവശ്യം വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ബാനർജി എന്ന് പറയുന്നത്. അഭിഷേക് ബാനർജി ഇപ്പം MP കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള MPക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ, വെസ്റ്റ് ബംഗാൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പരാജയം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി അവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതേ രീതിയിൽ ആ ഒരു ചരിത്രം നമ്മൾ എടുത്ത് വെച്ച് പരിശോധിക്കുന്ന സമയത്താണെങ്കിൽ ഇനി TMCക്ക് അവിടെ ഒരു സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ TMCയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ BJPയിലേക്ക് ഒഴുകുന്നൊരു കാഴ്ച വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു MPയും അദ്ദേഹത്തോടൊപ്പം 6-7 MLA കൂടി രാജിവെച്ച് BJPയുടെ ഭാഗമാകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. ഈ സുവേന്ദു അധികാരി നേരത്തെ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അഭിഷേക് ബാനർജിയെ തൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടിയിട്ടാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയുമായിട്ട് അകലുന്നതും BJP പാളയത്തിൽ എത്തുന്നതും. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു MP ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അതിനെ അതിശക്തമായിട്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ അപലപിക്കേണ്ട ഒരു വസ്തുത കൂടിയിട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്ത് TMCയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയാണ് ശ്രീ അഭിഷേക് ബാനർജി. അപ്പോൾ അഭിഷേക് ബാനർജിക്ക് നേരിട്ടുള്ള ഈ അതിക്രമം ഇത് BJPയുടെ ഫാസിസത്തിന്റെ മറ്റൊരു വശമായിട്ട് തന്നെ കാണേണ്ടി വരില്ലേ? ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, BJPയുടെ ഫാസിസം ഉണ്ട്. രണ്ടാമത്, കൽക്കട്ടയിൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ എല്ലാ കാലത്തും ഗുണ്ടാ രാഷ്ട്രീയമാണ് നിലനിന്നിരുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം കോൺഗ്രസ്സിന് ആയിരുന്നല്ലോ ആദ്യം ആധിപത്യം ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മളവിടെ കണ്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യം അവസാനിക്കുകയും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികൾ അധികാരം പിടിച്ചു. പിന്നീട് 34 വർഷക്കാലം അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഭരിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുണ്ടകളായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 15 വർഷം മുൻപ് സിംഗൂരിലും ഒക്കെ വെടിവെപ്പുണ്ടാവുകയും 2011 അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തപ്പോൾ ഈ ഒറ്റ രാത്രി കൊണ്ട് CPM അനുകൂലികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികൾ ഒറ്റക്കെട്ടായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അണിനിരക്കുകയും പിന്നീട് കഴിഞ്ഞ 15 വർഷക്കാലമായി മമതാ ബാനർജിയുടെ ഗുണ്ടാഭരണമായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത്. ഇപ്പോൾ മമതാ ബാനർജിയുടെ ഗുണ്ടാ സംഘം പൂർണ്ണമായും BJP പാളയത്തിലേക്ക് പോവുകയും ആ ഗുണ്ടകളാണ് അഭിഷേക് ബാനർജിയെ അതിക്രൂരമായി മർദ്ദിച്ചത് നമ്മളിൽ കാണേണ്ടിയുള്ളത്. അപ്പോൾ ഗുണ്ടാരാജ്യം എല്ലാ കാലത്തും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഈ ഗുണ്ടകളെ മാറി മാറി പലരും ഉപയോഗിച്ചു. ഏറ്റവും അവസാനം ഈ ഗുണ്ടകളെല്ലാം BJPയിൽ എത്തിയിരിക്കുന്നു. BJPയുടെ ഗുണ്ടാരാജാണ് ഇനി പശ്ചിമ ബംഗാളിൽ നടമാടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന അക്രമം. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത അതിക്രമമാണ് ഇന്നലെ പശ്ചിമ ബംഗാളിൽ അരങ്ങേറിയത് നമ്മൾ കാണണം. ഇപ്പോൾ സുവേന്ദു അധികാരി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് അഭിഷേക് ബാനർജി. മമതാ ബാനർജിയുടെ നെവ്യൂ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്
ചില പ്രാധാന്യങ്ങളും പ്രത്യേകതകളും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ കൽപ്പിച്ചു കൊടുത്തിരുന്നു. ഒരുപക്ഷെ സുബേന്ദു അധികാരി ഈ അഭിഷേക് ബാനർജിയുടെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും സുബേന്ദു അധികാരി ഇപ്പോഴും തൃണമൂലിലും ഉണ്ടാവും, അഭിഷേക് ബാനർജി ഇത്തവണ മുഖ്യമന്ത്രിയുമായിട്ടുണ്ടാവും. മമതാ ബാനർജിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് സുബേന്ദു അധികാരിയെ പിണക്കിയതാണ്. അല്ലെങ്കിൽ അവർ അമിതമായ സ്നേഹം അവരുടെ ബന്ധു കൂടിയായ അഭിഷേക് ബാനർജിയോട് കാണിച്ചു എന്നുള്ളതാണ്. ഒരു കാരണവശാലും മമതാ ബാനർജി രാഷ്ട്രീയ പ്രവർത്തക, ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അവർ സുബേന്ദുവിനോട് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇന്ന് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയൊക്കെ അവിടെ അനുഭവിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോഴും ഒരു വ്യക്തിയെ തെരുവിൽ, പ്രത്യേകിച്ച് അദ്ദേഹം വെറും രാഷ്ട്രീയ പാർട്ടി നേതാവ് മാത്രമല്ല, അദ്ദേഹം പാർലമെന്റിൽ അംഗമാണ്. ഒരു പാർലമെന്റ് അംഗത്തിന് കിട്ടേണ്ട ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നലെ അവിടെ ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സ്റ്റേറ്റിന്റെ പൂർണ്ണമായ അധികാരമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നൽകേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യത കൂടെയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അവിടെ ഒരു പൊതുജനത്തിൽ കഴുതയെ കാലെറിയുന്നത് പോലെ ചീമുട്ടയെറിയുകയും അദ്ദേഹത്തിന്റെ ഷർട്ട് അഴിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതൊരിക്കലും പ്രത്യേകിച്ചൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഏത് രാജാവും ഇല്ലാതാവും. 5 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ രാജാക്കന്മാരും സാധാരണ മനുഷ്യനാവുകയും സാധാരണ മനുഷ്യൻ രാജാവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ ഈ എലക്ഷൻ എന്ന് പറയുന്നത്. അത് ഈ അക്രമം നടത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയും എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ ഇതേ അക്രമം അല്ലെങ്കിൽ ഇതേ രീതിയിൽ തെരുവിൽ ചീമുട്ടയേറും, അതുപോലെ തന്നെ ഷർട്ട് അഴിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അവഹേളിക്കപ്പെടാൻ ഞാനും ഇതേ തരത്തിൽ സാധ്യതയുണ്ട്. ഞാൻ ഒരുപക്ഷെ അഭിഷേക് ബാനർജി ആയിരിക്കുന്ന ഈ ഇന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം 5 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ സുബേന്ദു അധികാരി ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയ പോരാട്ടത്തിൽ മരണമടഞ്ഞ ഒരു TMC പ്രവർത്തകന്റെ വീട്ടിലേക്കാണ് ഈ അഭിഷേക് ബാനർജി പോയിട്ടുള്ളത്. അവിടെ എത്തിയ അഭിഷേക് ബാനർജിക്ക് വേണ്ട സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന പോലീസിനുണ്ട്. കാരണം അദ്ദേഹം MP ആണ്. അതുകൂടാതെ തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ BJP സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ വ്യക്തിപരമായ ഒരു വൈരാഗ്യം എന്നൊക്കെ ഉള്ളത് അത് രാഷ്ട്രീയത്തിൽ പാടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു MP-ക്ക് സുരക്ഷ നൽകാത്ത മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുക? അല്ല, ധാർമ്മികത എന്ന് പറയുന്നത് ചില നേതാക്കന്മാർക്ക് ധാർമ്മികതയില്ല. പ്രത്യേകിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന പല നേതാക്കന്മാർക്കും രാഷ്ട്രീയത്തിൽ ധാർമ്മികതയില്ല എന്നുള്ളതാണ്. ഇപ്പം സുബേന്ദു അധികാരി യഥാർത്ഥത്തിൽ ഒരു കൃത്യമായി ഗുണ്ടകളുടെ സഹായത്തോടു കൂടി വളർന്നു വന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം തൃണമൂലിന്റെ ഏറ്റവും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മമതാ ബാനർജിയെക്കാളേറെ തൃണമൂൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവാണ് ഈ സുബേന്ദു അധികാരി. കാരണം സിംഗൂരിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആയിരുന്നില്ല. അതിനുവേണ്ട എല്ലാ അണിയറ നീക്കങ്ങളും നടത്തി കൃത്യമായി അതിന് മുന്നിൽ മമതാ ബാനർജിയെ നിർത്തുക മാത്രമായിരുന്നു സുബേന്ദു അധികാരി ചെയ്തിരുന്നത്. അങ്ങനെയാണ് സുബേന്ദു അധികാരി അവിടെ അധികാരം പിടിക്കുകയും തൃണമൂലിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആക്കി മാറ്റുന്നത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്ക് പിന്നീട് ഫലം ലഭിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്നും ചാടി BJP പാളയത്തിൽ എത്തുന്നത്. ഏറ്റവും കൂടുതൽ BJPയെ അതിശക്തമായി വിമർശിക്കുകയും മോദിയെയും അമിത്ഷാനെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്ത തൃണമൂൽ നേതാവായിരുന്നു ഈ സുബേന്ദു അധികാരി. ഈ സുബേന്ദു അധികാരിയെയാണ് പിന്നീട് അവർ ഏറ്റവും ഉശിരുള്ള ആളുകളെ തന്നെ BJP കണ്ടെത്തുകയും അവരെ ശത്രുപാളയത്തിൽ നിന്നും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുകയും എന്നിട്ട് ശത്രുവെ കൊണ്ട് തന്നെ നേരിടുകയും ചെയ്യുന്ന ഒരു ഡിങ്കൻ തന്ത്രമാണ് ഈ BJP എല്ലാ കാലത്തും ഓരോ സ്റ്റേറ്റിലും പ്രവർത്തിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് സുബേന്ദു അധികാരി ഇവരുടെ പാളയത്തിൽ. ഇപ്പോൾ സുബേന്ദു അധികാരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടിയിലെ ഒരു മനുഷ്യനോടും ദയ കാണിക്കാത്ത ആളാണ് എന്ന് അമിത്ഷായെയും മോദിയെയും ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള അക്രമത്തിന് തടയിടാതെ പോലീസിനെ ഒന്നും സജ്ജമാക്കാതെ നമ്മൾ കാണണം. അദ്ദേഹം അവിടെ ആക്രമിക്കപ്പെടട്ടെ, തെരുവിൽ വലിച്ചിഴക്കപ്പെടട്ടെ അന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചതിന്റെ ഫലമായിട്ടാണ് അവിടെ അക്രമം. അല്ലാതെ ഈ സുബേന്ദു അധികാരിക്ക് അവിടെ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ അറിയാത്താണോ? അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാത്താണോ? അല്ലെങ്കിൽ തെരുവിൽ ഇവർ ആക്രമിക്കപ്പെടും എന്നുള്ളത് അറിയാത്താണോ? ഒന്നുമല്ല.
അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസ് സംവിധാനം പൂർണ്ണമായും CB പറഞ്ഞ പോലെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ അല്ല, വേണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നും കൂടി ഉണ്ട്. കാരണം വെച്ചാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റിലുള്ള ഒരു MP-ക്കാണ് ഈ അതിക്രമം നേരിട്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അമിത്ഷായും ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ എവിടെ പോയി ഒളിച്ചിരിക്കും നമുക്കറിയാത്തത്. തീർച്ചയായും രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടേണ്ട ഒരു സംഭവമാണ് അഭിഷേക് ബാനർജിക്കെതിരെ നടന്ന ഈ അക്രമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അഭിഷേക് ബാനർജിക്കെതിരെ നടന്ന അക്രമത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് പ്രതിപക്ഷ കക്ഷിയും ഏത് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവർക്കെതിരെ അക്രമം ഉണ്ടാക്കുന്ന യാതൊരു സംശയവും. നാളെ ഇപ്പൊ രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി കൊൽക്കട്ടയിൽ എത്തുന്ന സമയത്ത് AAP-യുടെ അരവിന്ദ് കെജ്രിവാൾ നാളെ എത്തിക്കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടില്ല എന്നുണ്ടോ? അല്ല, അഖിലേഷ് യാദവും അതോടൊപ്പം തേജസ്വി യാദവും ആക്രമിക്കപ്പെടില്ല എന്നുണ്ടോ? എന്തിനാണ് പറയുന്നത് സ്റ്റാലിൻ എത്തിക്കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ? കാരണം പ്രതിപക്ഷ കക്ഷികൾക്കകത്ത് ഐക്യമില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവില്ല, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കോൺഗ്രസ് നിശബ്ദതയിലാണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല, കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും തെരുവിൽ ഇതേ രീതിയിൽ വലിച്ചിഴക്കപ്പെടും എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പൊ KC വേണുഗോപാലെ പോലെ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ അവഹേളിക്കപ്പെടാൻ സാധ്യത. അദ്ദേഹം MP ആണല്ലോ, അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചിലപ്പോൾ കൽക്കട്ടയിലൊക്കെ പോകേണ്ടി വരില്ലേ? അവിടെ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അല്ല, കൽക്കട്ടയിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെടണമെന്നില്ല, ഡൽഹിയിൽ വെച്ച് ആക്രമിക്കപ്പെടാം, എവിടെ വെച്ച് വേണമെങ്കിൽ ആക്രമിക്കപ്പെടാം. കാരണം BJP-ക്ക് ശക്തിയുള്ള അല്ലെങ്കിൽ BJP-ക്ക് ഭരണമുള്ള ഏത് സ്റ്റേറ്റിൽ വെച്ച് വേണമെങ്കിലും ഈ പ്രതിപക്ഷ കക്ഷികൾ ഏത് നേതാവും ആക്രമിക്കപ്പെടാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അഭിഷേക് ബാനർജിക്കെതിരെ നടന്ന ഈ അക്രമത്തിൽ അതിശക്തമായ നിലപാടുകൾ, അതിശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന വലിയ കടന്നുകയറ്റമായിട്ട് നമ്മൾ കാണണം. ഇത് രാജ്യത്ത് ജനാധിപത്യവും അതുപോലെയുള്ള പാർട്ടികൾക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമായി രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെതിരെ മറ്റ് രാഷ്ട്രീയമായ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ചിറങ്ങണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.